അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് മദ്രസ ഗൈഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയാണ് നമ്മളിത് പരിശോധിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, റഹിമല്ലാഹു ഇംറഅൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാവും. ആർക്കാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാവുക എന്നാണ്. സൊല്ലാ ഖബലൽ അസ്രി അർബഅൻ, അസ്ർ നിസ്കാരത്തിന് മുൻപ് 4 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടും. പിന്നെയോ സലാത്തു തഹജ്ജുദ് നിസ്കാരം, അതിൻ്റെ സമയമാണ് ചോദിക്കുന്നത്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഇശാ നിസ്കാരത്തിൻ്റെയും അതേപോലെ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങി എഴുന്നേറ്റത് മുതലാണ്. നമ്മൾ രാത്രിയിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റത് മുതലുള്ള സമയമാണ് തഹജ്ജുദിൻ്റെ സമയം. എന്നാൽ അത് എത്ര വരെ ഉണ്ടാകും? ഫജർ സാദിഖ് വരെ അതിന് സമയമുള്ളൂ. അടുത്ത ചോദ്യം, പുരുഷന് വെള്ളി മോതിരം ധരിക്കൽ സുന്നത്താണ്. ഏത് വിരലിലാണ്? ചെറുവിരലിലാണ്. വിത്ര 3 റക്അത്ത് നിസ്കരിക്കുന്നവൻ അവസാന റക്അത്തിൽ എന്തോതണം? ഇഖ്ലാസ് മുഅവ്വിദത്തൈനി ഓതണം. എന്ന് വെച്ചാൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഫലക്ക്, നാസ്. ഇസ്ലാം നൽകിയ ആനുകൂല്യമാണ് എന്ത്? ഇസ്ലാം നൽകിയ ഏറ്റവും വലിയ ആനുകൂല്യമാണ് തയമ്മും ചെയ്യുക എന്നുള്ളത്. ഇദാ ദഖല അഹദുക്കും മസ്ജിദ്, ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ ഫലാ യജ്ലിസു ഹത്ത, അവൻ എന്ത് ചെയ്യരുത്? 2 റക്അത്ത് നിസ്കരിക്കുന്നത് വരെ ഇരിക്കരുത് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിയായ മുഅ്മിനിൻ്റെ അടയാളമാണ് ളുഹാ നിസ്കാരം. പുരുഷൻ കൈകാലുകളിൽ ചായം കൊടുക്കലും താടി വടിക്കലും എന്താണ്? ഹറാമാണ്. അൽ വിത്രു ഹക്കുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലും വിത്ര നിസ്കാരം ബാധ്യതയാണ്. സജദയുടെ ആയത്തുകൾ എത്ര ഉണ്ട് എന്നാണ്? 14 ആയത്തുകളാണ് സജദ. പിന്നെ നിസ്കാരം അല്ലാത്ത അവസരത്തിൽ ആവർത്തം മറക്കൽ വാജിബാണ്. വിത്ര 3 റക്അത്ത് നിസ്കരിക്കുന്നവൻ 1-ാം റക്അത്തിൽ സൂറത്തുൽ അഅല ഓതണം. സബീസ്മ യാ ബനി ആദം ഹുദു ദീനത്തുക്കും ഇൻ്റെ പുല്ലി മസ്ജിദ്. സലാത്തുൽ ളുഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ ഉദിച്ചു ഉയർന്ന മുതൽ ഉച്ച വരെ, എന്ന് വെച്ചാൽ ഒരു 8 മണി മുതൽ ഒരു 11-12 മണി വരെയുള്ള സമയം. മൻസൊല്ല ബഗദൽ മഗ്രിബി നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും ഒന്നും സംസാരിക്കാതെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ കുത്തിബ ഫി ഇല്ലിയീൻ, ഇല്ലിയീനിൽ അവൻ്റെ പേര് എഴുതപ്പെടും. റക്അത്തുകൾ നിശ്ചിത കണക്കില്ലാത്ത നിസ്കാരമാണ് എന്ത്? തഹജ്ജുദ്. തഹജ്ജുദിൻ്റെ പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒരുപാട് റക്അത്തുകൾ ആവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നൃത്തം ദീർഘിപ്പിക്കുന്നതാണ്. അസ്സലവാത്തുൽ ഹംസു വൽ ജുമാഅത്തു ഇലൽ ജുമാ വ റമളാനു ഇല റമളാൻ, എന്താണ്? മുക്കഫറാത്തുൻ ലിമാ ബൈനഹുന്ന, അതിൻ്റെ ഇടയിലുള്ള സമയം പുറത്തു കൊടുക്കുമെന്നാണ്. തഹിയ്യത്ത് നിസ്കാരം എത്ര റക്അത്താണ്? പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കുന്നതിനാണ് തഹിയ്യത്ത് എന്ന് പറയുക. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വശക്ക സമഅഹു. ഓക്കെ. അടുത്തത് ഇസ്തിഹാറത്ത് നിസ്കാരത്തിൻ്റെ 1-ാം റക്അത്തിൽ ഏത് സൂറത്ത് ഓതേണ്ടത്? ഇസ്തിഹാറത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇസ്തിഹാറത്ത്. ഇതിൻ്റെ 1-ാമത്തെ റക്അത്തിൽ നമ്മൾ സൂറത്തുൽ കാഫിറൂനെയാണ് ഓതേണ്ടത്. പിന്നെയോ സ്വല്ലൈതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റക്അത്തൈനി, അത് ബഅദൽ ഇശായിന് ശേഷമാണ്. ളുഹാ നിസ്കാരം എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ, ഒരു മുഅ്മിനിൻ്റെ, ശരിയായ മുഅ്മിനിൻ്റെ അടയാളമാണ്. ഇസ്തിഹാറത്ത് നിസ്കാരത്തിലെ 2-ാം റക്അത്തിൽ നമ്മൾ ഓതേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. 300 തസ്ബീഹോട് കൂടി നിസ്കരിക്കപ്പെടുന്ന 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് സലാത്തു തസ്ബീഹ്. വിത്ര നിസ്കാരം പൂർണ്ണമായത് 11 റക്അത്താണ്. തഹിയ്യത്ത് നിസ്കാരം കാരണമില്ലാതെ ഒഴിവാക്കൽ എന്താണ്? കറാഹത്താണ്. സ്വലാത്തുൽ വിത്തർ എന്ന് പറഞ്ഞാൽ ഇശാ നിസ്കാരത്തിൻ്റെയും ഫജർ സാദിഖിൻ്റെയും ഇടയിലുള്ള സമയത്താണ് നമ്മൾ വിത്തർ നിസ്കരിക്കുക. പിന്നെ സ്വലാത്തു തറാവീഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇശാ നിസ്കാരത്തിൻ്റെയും ഫജറിൻ്റെയും ഇടയിലുള്ള സമയത്താണ് നമുക്ക് തറാവീഹ് നിസ്കരിക്കാൻ പറ്റുക. തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാണ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നന്നായിട്ട് വായിച്ച് നോക്കട്ടോ.